അമ്മ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്മയുടെ പ്രയോറിറ്റി എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ഈ കുഞ്ഞിനെ തന്നെ നോക്കുക. ചെറുതിൽ നമ്മൾ ശൈലപുത്രയായിട്ട് നത്തിങ് വാസ് വറിങ് ഹർ. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആ കുഞ്ഞ് എത്തി നിൽക്കുന്നത് ഒരു സൃഷ്ടിയുടെ അമ്മയായിട്ടാണ്. അവളുടെ ഈ യാത്രയിൽ ഒരുപാട് പ്രയോറിറ്റീസ് മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവളുടെ പ്രയോറിറ്റി എന്നുള്ളത് കുഞ്ഞിൻ്റെ പാലനവും പോഷണവും, കുഞ്ഞിനെ നേർവഴിക്ക് നയിക്കുക. അതുകൊണ്ടാണ് സ്കന്ദമാത, സ്കന്ദൻ സുബ്രഹ്മണ്യൻ യഥാർത്ഥത്തിൽ സർവ്വസേനാധിപതിയാണ്, ദേവസേനനാണ്, യഥാർത്ഥത്തിൽ നയിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്. ഒരു അമ്മയുടെ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. കുഞ്ഞിനെ സംരക്ഷിക്കുക, കുലത്തെ സംരക്ഷിക്കുക, തൻ്റെ കുടുംബത്തെ നേർവഴിക്ക് നയിക്കുക. ഇതൊക്കെയാണ് ആ സമയത്തുള്ള പ്രയോറിറ്റി. അപ്പം എൻ്റെ ഈ തോട്ട് പ്രോസസ്സിലും ഞാൻ വിഭാവനം ചെയ്യുന്ന കുട്ടിയാണല്ലോ എൻ്റെ ചിന്തകൾ ഞാൻ സൃഷ്ടിക്കുന്നത്. ആ ചിന്തയെ സംരക്ഷിക്കണം. ഓക്കെ, അതിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനെ നിലനിർത്തണം, പോഷിപ്പിക്കണം. എൻ്റെ ക്വാളിറ്റീസിനെ പോഷിപ്പിക്കണം, അതിനെ നിലനിർത്തണം, അതിനെ സംരക്ഷിക്കണം, അതിനെ മുൻപോട്ടേക്ക് നയിക്കണം. ഈ എനർജി ഇത് ഞാൻ എൻ്റെ സൂക്ഷ്മതലത്തിൽ, സ്ഥൂലതലത്തിൽ ഒരു ഹ്യൂമൻ ബോഡീനെ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൾ അമ്മ, ഡെലിവറി കഴിഞ്ഞ സമയത്തുള്ള ആ കുഞ്ഞിൻ്റെ പ്രയോറിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ.